പണ്ടൊരു നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നും മുടിയില്ലായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും തലയിലൊരു തരി പോലും മുടിയില്ലാതെ വളർന്നു. അവർ തങ്ങളുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവുമെല്ലാം തലമുടിയില്ലാതെ കഴിച്ചുകൂട്ടി. ആ രാജ്യത്തിനും അപ്പുറത്തേക്ക് പോകുന്ന ഏതൊരാളെയും അന്നാട്ടുകാർ മൊട്ട രാജ്യത്തെ പിൻഗാമികൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. മൊട്ട രാജ്യത്തെ രാജാവ് തൻ്റെ നാടിൻ്റെ അവസ്ഥയിൽ അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളോട് അയൽ രാജ്യത്തു നിന്നും മുടിയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ തങ്ങളുടെ വധുവാകാൻ തയ്യാറുള്ള യുവതികളെ തേടി യാത്ര തുടങ്ങി. അവർ പല വഴികളും നോക്കി പ്രേമപൂർവ്വം യുവതികളുടെ പുറകെ നടന്നു. എന്നാൽ മുടിയില്ലാത്ത രാജ്യത്തെ യുവാക്കളെ സ്വീകരിക്കാൻ ആ രാജ്യത്തെ സ്ത്രീകൾ തയ്യാറായില്ല. അവർ നിരാശരായി തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ശത്രു രാജാക്കന്മാർ തങ്ങളുടെ കിരീടമൂരി തങ്ങളുടെ മുടിയിൽ തലോടുന്നത് കാണുമ്പോൾ അപമാനഭാരത്താൽ മൊട്ട രാജാവിൻ്റെ മുഖം കുനിയും. മുടിയില്ലായ്മ രാജാവ് ചെയ്ത ഏതോ ദുഷ്പ്രവൃത്തിയുടെ ശാപം മൂലമാണെന്ന് ജനങ്ങൾ പുരുപുരുത്തു തുടങ്ങി. രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. തൻ്റെ നാട്ടിലെ ജനങ്ങളുടെ മുടിയില്ലായ്മയ്ക്കൊരു പരിഹാരം കാണുന്നവർക്ക് തങ്ങൾ വെട്ടിപ്പിടിച്ച ഒരു നാടിൻ്റെ ഉടമസ്ഥാവകാശം നൽകുമെന്നായിരുന്നു ആ വിളംബരം. അത് കേട്ട് പല നാടുകളിൽ നിന്നും വൈദ്യന്മാർ ആ നാട്ടിലേക്കെത്തി. ഒന്നിനും അവരുടെ തലയിൽ മുടി വളർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താടിയും മുടിയും മീട്ടി വളർത്തിയ ഒരാൾ അന്നാട്ടിലേക്കെത്തിയത്. 3 രാവും 3 പകലും കൊണ്ട് വൈദ്യൻ എണ്ണ തയ്യാറാക്കിയെടുത്തു. അത് കൊട്ടാരത്തിലെ എല്ലാവർക്കുമായി നൽകി. വൈദ്യർ പറഞ്ഞ് 2 മാസം കൊണ്ട് കൊട്ടാരത്തിലെ പലർക്കും മുടി കിളിർത്തു തുടങ്ങി. സന്തുഷ്ടനായ രാജാവ് ആ എണ്ണ തങ്ങളുടെ പ്രജകൾക്കായി നൽകി. ഓരോ ആണും പെണ്ണും ആ എണ്ണ ഉപയോഗിച്ചു തുടങ്ങി. എല്ലാവരിലും സന്തോഷം തിരികെ വന്നു. രാജ്യം ആ വൈദ്യരെ തങ്ങളുടെ കൊട്ടാരത്തിലെ ആസ്ഥാന വൈദ്യരായി പ്രഖ്യാപിച്ചു. പക്ഷേ ആ വൈദ്യരുടെ ആഗ്രഹം അതായിരുന്നില്ല. ലോകം മുഴുവൻ മുടിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും മുടി ഉണ്ടാകണം. അതിനായി രാജാവ് നൽകിയ സ്ഥാനമാനങ്ങൾ നിരസിച്ചു വൈദ്യർ യാത്രയായി.